നെക്സ്റ്റ് ടോപ്പിക്കാണ് വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾസ് ആർ ദി നെയിംസ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, A is equal to 5, B is equal to 6, C is equal to 56 ഇങ്ങനെ കൊടുക്കില്ലേ. ഇതാണ് നമ്മുടെ വേരിയബിൾ, അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഐഡൻറ്റിഫയേഴ്സ് എന്നും പറയും. അപ്പോൾ വേരിയബിൾസ് അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ്. വേരിയബിൾസ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എങ്ങനെ തന്നെ പഠിക്കണം. വേരിയബിൾസ് ആർ ദി നെയിംസ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്തിനനുസരിച്ചായിരിക്കും, അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് അനുസരിച്ച്. ഒരു ഡാറ്റ ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇൻറ്റ് A is equal to 300 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 300.5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ, 300 മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. കാരണം ഇൻറ്റാണ് ഡാറ്റ ടൈപ്പ്. എന്തെടുക്കില്ല, ഫ്രാക്ഷൻ വാല്യൂസ് എടുക്കില്ല. അപ്പോൾ ഒരു വേരിയബിളിൽ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ ഈ ഡാറ്റ ടൈപ്പാണ്. സോ ഒരു വേരിയബിൾ എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യണം തീരുമാനിക്കുന്നത് ഡിസൈഡഡ് ബൈ ദി ഡാറ്റ ടൈപ്പ് യൂസ് ടു ഡിക്ലെയർ. അത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് അത് എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ആർ ദി നെയിംസ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന നെയിമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു വേരിയബിൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്. എന്താണ് വേരിയബിൾ എന്നും. ഒരു വേരിയബിളിന് 3 ഭാഗങ്ങളുണ്ട്. എ വേരിയബിൾ കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ് ആണ്. 3 പാർട്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വേരിയബിൾ നെയിം. ഒരു വേരിയബിളിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് വേരിയബിൾ നെയിം, രണ്ടാമത്തത് മെമ്മറി അഡ്രസ്, മൂന്നാമത്തത് കണ്ടൻറ്റ്. ഒരു വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിം ഗിവൺ ടു ഒരു മെമ്മറിക്ക് നമ്മൾ കൊടുക്കുന്ന പേരിനെ, ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഏതൊരു വേരിയബിൾ എടുത്താലും ആ വേരിയബിളിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് വേരിയബിൾ നെയിം, രണ്ടാമത്തെ മെമ്മറി അഡ്രസ്, പിന്നെ ഒന്ന് കണ്ടൻറ്റ്. അതിൽ വേരിയബിൾ നെയിം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേ ആർ ദി ഐഡൻറ്റിഫയർ. നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ആർ ദി നെയിം ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മെമ്മറിക്ക് കൊടുക്കുന്ന പേരിനെയും മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് മെമ്മറി അഡ്രസ്. അപ്പോൾ ഈ മെമ്മറി അഡ്രസ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ആണ് നമ്മൾ റാം എന്ന് പറയുന്നത് അല്ലേ, റാൻഡം ആക്സസ് മെമ്മറി, പ്രൈമറി മെമ്മറി എന്നൊക്കെ പറയുന്നത് അല്ലേ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെമ്മറിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ പെട്ടി. നമ്മുടെ മെമ്മറീനെ കുറേ സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ എക്സലൊക്കെ സ്പ്രെഡ്ഷീറ്റൊക്കെ പഠിച്ചില്ലേ, കാൽക്കൊക്കെ പഠിച്ച സമയത്ത് സെൽസുകൾ പഠിച്ചിട്ടുണ്ടോ. നമ്മുടെ മെമ്മറീനെ എന്താക്കി ഡിവൈഡ് ചെയ്ത് കുറേ ചെറിയ ചെറിയ സെല്ലുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെല്ലും എന്താണ്, 1 ബൈറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സെൽസ് ആൻഡ് ഈച്ച് സെൽ സ്റ്റോർസ് 1 ബൈറ്റ് ഓഫ് ഡാറ്റ. ഓരോ സെല്ലും 1 ബൈറ്റ് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ബൈറ്റിനും എന്താ ഒരു യുണീക്ക് അഡ്രസ്സ് ഉണ്ടാവും. യുണീക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ, ഇത് ഈ ലൊക്കേഷൻ്റെ അഡ്രസ്സ് 1000 ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും 1001, അതിൻ്റെ അടുത്ത് എന്തായിരിക്കും 1002, മൂന്നാമത്തെ 1003, 1004, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻ ടു സെൽസ്. ഓരോ സെല്ലും ഓരോ ബൈറ്റാണ്. ഓരോ ബൈറ്റിനും എന്താണ് ഒരു യുണീക്ക് അഡ്രസ്സ്. അതൊരിക്കലും ഈ അഡ്രസ്സ് എന്ത് ചെയ്യില്ല, പിന്നെ ഒരു 1000 എന്ന് പറയുന്ന നമ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരില്ല. അത് യുണീക്കായിട്ട് റിപ്പീറ്റ് ചെയ്യാറില്ല. ഇനി ഓരോ സെല്ലിനും എന്തുണ്ട്, ഓരോ അഡ്രസ്സും ഉണ്ട്. ഇനി നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ അഡ്രസ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 3 പെട്ടി അല്ലെങ്കിൽ ഈ ആദ്യത്തെ 2 പെട്ടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഇനി ഈ മെമ്മറി അഡ്രസ്സ് നമ്മൾ പറയുന്ന വേറൊരു കാര്യമാണ് ബേസ് അഡ്രസ്സ് എന്ന് പറയും. ബേസ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഓഫ് എ വേരിയബിൾ. അത് ഒരു ലൊക്കേഷൻ്റെ ഇസ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഓഫ് ദി മെമ്മറി സ്പേസ്. മെമ്മറി സ്പേസിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണ്, ഇവിടെയാണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന് വിചാരിക്കുക. ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാണ്, നമ്മൾ കൊടുക്കുന്നത് ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ആണെന്ന് വിചാരിക്കുക. ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എത്ര ബൈറ്റ്സ് എടുക്കും, 4 ബൈറ്റ്സ് എടുക്കും. അപ്പോൾ 4 പെട്ടി എടുക്കും അല്ലേ. ഇതൊരു പെട്ടി, ഇത് 2, ഇത് 3, ഇത് 4 പെട്ടി എടുത്തു. അപ്പോൾ ഈ പെട്ടിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് 2000 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും, 2001, 2002, ഇത് 2003 ആയിരിക്കുമല്ലോ.
അങ്ങനെയാണെങ്കിൽ ഈ ലൊക്കേഷൻ്റെ ഈ 4 കൂടെ ചേർന്നിട്ടുള്ള ഈ ലൊക്കേഷൻ്റെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2000 ആയിരിക്കും. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ഒരു ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിന് പറയുന്ന പേരാണ് ബേസ് അഡ്രസ്സ്, അല്ലെങ്കിൽ ഈ ബേസ് അഡ്രസ്സിന് പറയുന്ന മറ്റൊരു പേരാണ് എൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് അഡ്രസ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ ദി സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഓഫ് ദി വേരിയബിൾ. അപ്പോൾ ഇവിടുത്തെ ബേസ് അഡ്രസ്സ് എത്രയാണ്? 2000. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ 4 ഭാഗം കൂടെ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ബേസ് അഡ്രസ്സ് എത്രയാണ്? 1000, കാരണം അതാണ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. ഇവിടെ 3003, 3004, 3005, 3006 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ബേസ് അഡ്രസ്സ് എത്രയാണ്? 3002 അല്ലേ? 3003 അല്ല, 3, 4, 5, 6. അങ്ങനെയാണെങ്കിൽ ഇത് 3003. ആ ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസ് അഡ്രസ്സ് അല്ലെങ്കിൽ എൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വാല്യൂ ആണ് കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടന്റ് എന്ന് പറയുന്ന അർത്ഥം എന്താ വെച്ചാൽ വാല്യൂ സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ. ഇപ്പോൾ നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്ന പോലെ A = 5, B = 6 എന്നൊക്കെ പറയില്ല. ഇതാണ് അതിൻ്റെ കണ്ടന്റ്. എന്ത് വാല്യൂ ആണോ ആ വേരിയബിൾ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ വേരിയബിളിന് കൊടുക്കുന്ന വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടന്റ്, അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ആർ വാല്യൂ. ദ വാല്യൂ ഗിവൺ ടു ദാറ്റ് വേരിയബിൾ അല്ലേ? അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾസ് ആർ ദി നെയിം ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന പേരിന് വേരിയബിൾസ് എന്ന് പറയുന്നു. വേരിയബിളിന് 3 ഭാഗമുണ്ട്: വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ്സ്, കണ്ടന്റ്. വേരിയബിൾ നെയിം എന്ന് പറഞ്ഞാൽ വേരിയബിളിന് മെമ്മറി അഡ്രസ്സിന് കൊടുക്കുന്ന പേര് അല്ലെങ്കിൽ ലൊക്കേഷൻ കൊടുക്കുന്ന പേര്. മെമ്മറി അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി റാമിനെ നമ്മൾ എന്താക്കി ഡിവൈഡ്, കുറേ സെല്ലുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സെല്ലും എന്താണ്? ഓരോ ബൈറ്റാണ്. ഓരോ ബൈറ്റിനും എന്തുണ്ട്? ഒരു യുണീക്ക് അഡ്രസ്സാണ്. ആ യുണീക്ക് അഡ്രസ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല? റിപ്പീറ്റ് ചെയ്യില്ല. ഇനി ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സിലെ സ്റ്റാർട്ടിംഗ് വാല്യൂവിനെയാണ് നമ്മൾ അതിൻ്റെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ബേസ് അഡ്രസ്സിന് പറയുന്ന മറ്റൊരു പേരാണ് എൽ വാല്യൂ. മൂന്നാമത്തെ പോയിൻ്റാണ് കണ്ടൻറ്റ്. നമ്മളൊരു വേരിയബിളിന് കൊടുക്കുന്ന വാല്യൂവിനെയാണ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ആ വാല്യൂവിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ആർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസ് അഡ്രസ്സ്. ഇപ്പോൾ നമ്മൾ A = 5 എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ A എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെയാണ്. 4 ബൈറ്റ്സ് എടുക്കുമല്ലോ ഇൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 5010 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 5010, 11, 12, 13 അല്ലേ? അപ്പോൾ 5010 ആയിരിക്കും അതിൻ്റെ എന്ത് വാല്യൂ? എൽ വാല്യൂ. ആർ വാല്യൂ എന്തായിരിക്കും? ആർ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ആർ വാല്യൂ എന്നും, ആ വേരിയബിൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ പറയുന്ന പേരാണ് എൽ വാല്യൂ എന്ന്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേരിയബിൾസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ.